ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ബ്ലൗസാണ് തയ്ക്കുന്നത്. ഒരു 8-9 വയസ്സൊക്കെയുള്ള അധികം വണ്ണമില്ലാത്തൊരു കുട്ടിക്ക് പറ്റിയ ബ്ലൗസാണ്. നമ്മളുടെ പട്ടുപാവാടയുടെയും അതുപോലെ നോർമൽ സ്കേർട്ടിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ബ്ലൗസ്. അതിനായിട്ട് തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പീസാണ് വെട്ടുന്നത്, അതുകൊണ്ട് തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. നമുക്കെന്നിട്ട് ഷോൾഡർ എടുക്കാം. ഷോൾഡർ എടുക്കുന്നത് 5.5 ഇഞ്ച് വീതിയിലാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതിവിടെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം താഴേക്കും ഇറക്കി നമുക്ക് ഷോൾഡർ 5.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്ക് എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. താഴേക്കും ഇറക്കി 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 3 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്കാണ് 3 ഇഞ്ച് വരുന്നത്. ആ ബാക്ക് നെക്കിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം കൈക്കുഴിയാണ് മാർക്ക് ചെയ്തത്. അത് 5 ഇഞ്ച് ലെങ്ത്തിലാണ് മാർക്ക് ചെയ്തത്. 2.5 ഇഞ്ച്, അതിൻ്റെ പകുതി 2.5 ഇഞ്ചും കൂടി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്ക് ഇവിടെ ഒന്ന് നമുക്ക് ഈ ആം ഹോൾ കർവ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വണ്ണം വരുന്നത് 26 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ 29 ഇഞ്ച് വരും. അതിൻ്റെ 4/1 എന്ന് പറയുന്നത് 7.25 ഇഞ്ചാണ്. ആ 7.25 നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂടി അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വരുന്നത് വെയ്സ്റ്റ് ലെങ്ത് ആണ്. അത് 11 ഇഞ്ചാണ് വരുന്നത്. അതൊന്ന് മാർക്ക് ചെയ്യാം. വണ്ണം വരുന്നത് 24 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ ലൂസിന് വേണ്ടി 2 ഇഞ്ച് കൂടി കൂട്ടി 26ൻ്റെ 4/1 6.5 എടുത്തിട്ടുണ്ട്. 1.5 തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ബ്ലൗസിൻ്റെ ലെങ്ത് വേണ്ടത് 15 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി 16 ഇഞ്ചിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടിവണ്ണം വേണ്ടത് 26 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസിന് വേണ്ടി കൂട്ടി 28ൻ്റെ 4/1 7 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്തില്ല, അത് മാർക്ക് ചെയ്യാം. ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മൾ നേരത്തെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മുകളിലത്തെ മാർക്കിങ്ങും താഴെ മാർക്കിങ്ങിലും കൂടി ജോയിൻ ആകുന്ന രീതിയിൽ ഈ കർവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ടോട്ടൽ ആം റൗണ്ട് വേണ്ടത് 12 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടി കൂട്ടി 12.5 വേണം. അപ്പോൾ നമുക്കിവിടെ ഒന്ന് അളന്ന് നോക്കാം. ഇതുപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളിവിടെ അളക്കുകയാണ്. നമുക്കിവിടെ പകുതി 6.25 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും കൂടി ആകുമ്പോൾ 12.5 ആകും. അതവിടെ കറക്റ്റാണ്. ഇനി ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഈ മാർക്കിംഗ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇപ്പുറം കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അളവ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നെക്കും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പീസായിട്ട് വരുന്നത്. ഇനി ബാക്ക് പീസ് കട്ട് ചെയ്യാം. അതിനായിട്ട് തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ മുകളിലും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, താഴെയും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സിബ്ബാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാർക്കിങ്ങിൻ്റെ ഇപ്പുറത്തായിട്ട് കണ്ടോ, മാർക്കിങ്ങിൻ്റെ അപ്പുറം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ചോക്ക് വെച്ച് വരച്ചു കൊടുക്കുകയാണ്. കേട്ടോ, ഇതുപോലെ ഒന്ന് നമുക്കിവിടെ കറക്റ്റ് ചെയ്ത് മാർക്കിങ്ങൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ച് തന്നെ വെട്ടണമെങ്കിലും അങ്ങനെ വെട്ടിയെടുക്കാം. ഉണ്ട്, ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് വെട്ടാൻ പോവുകയാണ്. ഇവിടെ അങ്ങ് വെച്ച് ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് വെട്ടി മാറ്റുകയാണ്. നെക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതാണിപ്പോൾ നമ്മളുടെ ബാക്ക് പീസായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ശരിക്കും 4 ഇഞ്ചാണ് വേണ്ടത്. ഞാനിവിടെ 3 ഇഞ്ച് മാത്രമേ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ബോക്സ് ആക്കി എടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പ് ഇവിടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് വെട്ടിയെടുത്തിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല തുണിയിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി നമുക്ക് ബാലൻസ് തുണി മടക്കി വെച്ച് ബാക്ക് പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരുമിച്ച് കട്ട് ചെയ്യാതിരുന്നത് നമ്മൾ ബാക്കിൽ സിബ് വെക്കേണ്ട 1 ഇഞ്ച് എക്സ്ട്രാ വിട്ടത് കൊണ്ടിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യണമെങ്കിലും കട്ട് ചെയ്യാം. ഈ എക്സ്ട്രാ 1 ഇഞ്ച് ബാക്ക് പീസിൽ നീക്കി വെച്ചിട്ട് ഒരുമിച്ച് വെച്ച് വേണമെങ്കിലും കട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ 2 പീസ് തുണികളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സെൻറ്ററിൽ ബാക്ക് പീസിലെ ഈ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇനി സിബ് വെക്കാനായിട്ട് മാർക്ക് ചെയ്ത 1 ഇഞ്ചിലേക്ക് ഇതുപോലെ 2 നോച്ചസ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രണ്ട് പീസ് തയ്ച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല പീസിൻ്റെ മുകളിലേക്ക് നമുക്ക് ലൈനിങ് പീസ് വെച്ച് കൊടുക്കാം. കണ്ടോ? മുകളിലേക്ക് ലൈനിങ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തുണി കറക്റ്റായിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം ഇവിടെ നമുക്ക് മൊട്ടുസൂചി കുത്തി കൊടുക്കാം. കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി, തെന്നി പോകാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ തന്നെ അടിയിലും കൂടി അടിച്ചെടുക്കുന്നുണ്ട്. അത് കാരണം താഴെയും മൊട്ടുസൂചി കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നമുക്ക് ഒരു 1/4 ഇഞ്ചും 1 പോയിൻറ്റും ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിതാ കൈക്കുഴി അടിച്ചെടുത്തു. നെക്കും അടിച്ചെടുക്കുന്നുണ്ട്. 2 കൈക്കുഴിയും നെക്കും നമുക്ക് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഇതുപോലെ അടിച്ചെടുത്തു. ഇനി ആ താഴെ കൂടി നമുക്കങ്ങ് അടിച്ചെടുക്കാം. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇനി ആ എക്സ്ട്രാ വന്ന പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കാരണം ആ തുണി നല്ല പീസ് കുറച്ച് നമുക്ക് അവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ടാവും. ആ നിൽക്കുന്ന തുണിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കൈക്കുഴിയിലും കഴുത്തിലും എല്ലാം ഇതുപോലെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. ഉണ്ടോ? നമ്മൾ ഇത് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ തയ്യലിലേക്ക് കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ മൊട്ടുസൂചി എല്ലാം മാറ്റിയ ശേഷം ആ സൈഡിൽ കൂടി കൈയിട്ടിട്ട് നമ്മളുടെ തുണി തിരിച്ചിടാം. കണ്ടോ? ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ആ 2 സൈഡിലും അടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതിലേക്ക് കൂടി കൈയിട്ടിട്ടാണ് നമ്മളിത് പുറത്തേക്ക് എടുക്കുന്നത്. കണ്ടോ? ഇനി ഈ കഴുത്തും അതുപോലെ തന്നെ കൈക്കുഴിയൊക്കെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം. തീരെ അറ്റത്തേക്ക് ചേർത്തിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. താഴത്തും പതിച്ചടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴുത്തും കൈക്കുഴിയൊക്കെ പതിച്ചടിച്ചു. ഇനി നമുക്ക് ഈ പീസൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് പീസാണ് എടുക്കുന്നത്. കേട്ടോ? ബാക്ക് പീസിൻ്റെ ഈ നല്ല പീസിൻ്റെയും സെൻറ്റർ നമ്മളൊന്ന് കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഈ നല്ല പീസിലേക്ക് തുണി എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ കൈക്കുഴിയും നെക്കും അടിഭാഗവും ഇതുപോലെ തയ്ച്ചെടുക്കാം. 1/4 ഇഞ്ച് 1 പോയിൻറ്റ് വിട്ടിട്ടാണ് ഞാനിവിടെ അടിച്ചെടുക്കുന്നത്. അടിഭാഗത്തും അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് 2 പീസും തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ ആ തയ്ച്ചെടുത്ത കൈക്കുഴിയുടെ അവിടെയും നെക്കിൻ്റെ അവിടെയും ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കുക. നമ്മുടെ തയ്യലിലേക്ക് വീഴരുത് കട്ട് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഈ ബാക്ക് പീസിൻ്റെ ഈ ഇടയിൽ കൂടി, കണ്ടോ? ആ സൈഡിൽ നമ്മൾ അടിച്ചിട്ടില്ലല്ലോ, അവിടെ കൂടി കൈ ഇട്ടിട്ട് ഷോൾഡറിൻ്റെ അതിലേ കൂടി ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർത്തെടുക്കുകയാണ്. കണ്ടോ? ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. 2 or 3 പ്രാവശ്യം നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ ആ തയ്യൽ തുമ്പൊന്നും കാണാതെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പുറം സൈഡിലും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല വശത്തിലേക്ക് ഇതുപോലെ നമ്മളുടെ പീസ് എടുത്ത് മുകളിലെ ഷോൾഡറിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ടിട്ട് നല്ല പീസ് അകത്തേക്ക് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, ഫ്രണ്ടിൽ 2 നല്ല വശം, ബാക്കിൽ 2 ലൈനിങ് പീസായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇതുപോലെ ഇവിടെ അടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ വലിച്ച് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണാതെ തന്നെ അതവിടെ ജോയിൻ ആയിട്ടുണ്ടാവും. കണ്ടോ? ഇവിടെ നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ അങ്ങ് അടിച്ചെടുക്കുക.
ഇനി ബാക്കി പീസെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നേരെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നേരെ വെച്ചിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് സിബ്ബ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. സിബ്ബ് പിടിപ്പിക്കാനായിട്ട് നേരത്തെ നമ്മൾ 1 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. നമുക്കിത് അഴിച്ചു മാറ്റാനുള്ള തയ്യലാണ്, അത് കാരണം കൊണ്ട് വെറുതെ ഒന്നങ്ങ് അടിച്ചു പോകാം. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ നിവർത്തി വെച്ച് കണ്ടോ, ആ നടുവിൽ വന്ന ആ തയ്യലിൽ നമ്മൾ നിവർത്തി വെച്ചിട്ട് ഇതിങ്ങനെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചു. ഈ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചതിൻ്റെ പുറമേക്കാണ് നമ്മൾ സിബ്ബ് വെച്ചിട്ട് അടിച്ചെടുക്കുന്നത്. ഈ ഒരു സിബ്ബാണ് ഇവിടെ വെക്കുന്നത്. സിബ്ബ് വെച്ചത് നല്ല വശം, ചീത്ത വശമാണ് മുകളിൽ നിൽക്കുന്നത് കണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിൻ്റെ പുറമേക്കൊന്ന് അടിച്ചു കൊടുക്കാം. വെറുതെ അങ്ങ് വെച്ചിട്ട് കേട്ടോ, ആ മടക്ക് നമ്മൾ അവിടെ തയ്യൽ തുമ്പൊക്കെ മടക്കി വെച്ചില്ലേ, അതിൻ്റെ പുറമേ കൂടിയിട്ടാണ് ഇതിങ്ങനെ അടിച്ചെടുക്കുന്നത്. രണ്ട് സൈഡിലും നമ്മളിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എക്സ്ട്രാ പൊങ്ങി നിൽക്കുന്നതുണ്ടോ, അത് ആ മടക്ക് നമ്മളവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഒന്ന് അവിടെ കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി ഇപ്പുറം സൈഡും അതുപോലെ തന്നെ ആ പൊങ്ങി നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക്, ആ തയ്യൽ തുമ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അവിടെയും നമ്മൾ ഒരടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സിബ്ബ് വെക്കൽ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലാണ് നമ്മൾ സിബ്ബ് വെച്ചെടുത്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ ഒരു അടി അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിവിടെ ഈ സിബ്ബ് വെച്ച സ്ഥലത്ത് മാത്രം ആ സ്റ്റിച്ച് അങ്ങോട്ട് അഴിച്ച് മാറ്റുക. ഇത്രയേ ഉള്ളൂ സിബ്ബ് വെക്കൽ. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മടവിൽ മാത്രം നമ്മളുടെ ബാക്കിലെ തുണിയിലേക്ക് കയറേണ്ട, ആ മടക്ക് മാത്രം ഒന്ന് അടിച്ചു കൊടുക്കുക. അത് കറക്റ്റായിട്ട് ഇങ്ങനെ മടങ്ങി തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അടിഭാഗത്തൊന്ന് പതിച്ചടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഈ കൈക്കുഴിയും നെക്കും ഒന്ന് നമുക്ക് പതിച്ചടിച്ചെടുക്കാം. ബാക്ക് സൈഡിൽ നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം നമുക്ക് ഇവിടെ അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2 കൈ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം, പതിച്ചടിച്ചെടുക്കാം. ഇതിങ്ങനെ അടിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളുടെ സിബ്ബ് താഴത്തേക്ക് വെച്ചിട്ട്, സിബ്ബ് അവിടെ ബാലൻസ് ഉണ്ടായിരുന്ന നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമാണ് വരുന്നത്. അവിടെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് അടിച്ചു കൊടുക്കാം, കാരണം അത് ഇനി പുറത്തേക്കൊന്നും പോരാതിരിക്കാനായിട്ട്. അതുപോലെ തന്നെ 2 സൈഡും ഉണ്ടോ, ഇവിടെ ഒന്ന് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നെക്കും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാനാണുള്ളത്. നേരത്തെ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലേ കൂടി തന്നെ അങ്ങോട്ട് അടിച്ചു പോകാം. പിന്നെ നമ്മളൊരു 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടിരുന്നത്, അത് ഫുള്ള് നമുക്കൊരു 1/4 ഇഞ്ച് വെച്ചിട്ട് ഗ്യാപ്പിട്ട് നമുക്കിവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. കാരണം കുട്ടികളാണല്ലോ, അവർക്ക് സൈസ് വ്യത്യാസമൊക്കെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് അഴിക്കാനായിട്ടുള്ള തുണി എന്തായാലും നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു 4-5 ഒരു തയ്യൽ അവിടെ 2 സൈഡിൽ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞത്. നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റി. ഇതുകൊണ്ടോ ഇതിൻ്റെ അടിയിൽ സിബ്ബ് വെച്ചതൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് സിബ്ബ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ലേസ് കൂടി 2 ഫ്ലവറിൻ്റെ ഒരു ലേസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ, അതായത് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നൊരു ബ്ലൗസാണിത്. പട്ടുപാവാടയുടെ കൂടെയും നോർമൽ സ്കേർട്ടിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്